ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഒരു ലേശം എനർജി ഇങ്ങനെ ശരിയായിരുന്നില്ല. ആൻഡ് എന്തൊക്കെയോ കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ ഒന്ന് റീഡിങ് ഇടാനേ തോന്നിയില്ല. സോറി, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇനി ഇന്നിപ്പോൾ മൺഡേ ആയിട്ട് ചെയ്യാതിരിക്കേണ്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഇത് വന്നു. ഓക്കെ, മൺഡേ ഇന്നിപ്പോൾ റീഡിങ് ഇടാൻ പോകുന്നത് ഇന്ന് ഈ വീക്കിലേക്ക് ഉള്ള ലൈക്ക് നമ്മുടെ എല്ലാം എടുക്കാം. ഞാൻ ഐ തിങ്ക് ലാസ്റ്റ് മൺഡേ ഞാൻ ചെയ്തിരുന്നു. ലാസ്റ്റ് മൺഡേയോ അതിന് മുമ്പത്തെ ആഴ്ചയപ്പോഴോ എല്ലാ റീഡിങ്ങും കൂടി ഒന്നിച്ച് ഒറ്റത്തായിട്ട് കേട്ടോ. ജനറലും ഉണ്ടാവും. ഓക്കെ, ഹെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ. ഓക്കെ, ആദ്യം ജനറലായിട്ട് പറയുന്നതിൽ തന്നെ നമുക്ക് ഹെൽത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കാം. ആൻഡ് കരിയറിൻ്റെ കാര്യത്തിൽ എന്താ കിട്ടുന്നത് നോക്കാം. ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം. ഓക്കെ, കുറച്ച് അഡ്വൈസാണ് നിങ്ങൾക്ക് ഈ വീക്ക് എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഈ ആഴ്ച മുന്നോട്ട് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ജനറലായിട്ടും നിങ്ങളുടെ ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ മണി അങ്ങനത്തെ കാര്യങ്ങൾ ഹെൽത്ത്, ഫാമിലി അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ജനറലായിട്ട് നിങ്ങൾക്ക് എന്താ ഗൈഡൻസ് വരുന്നത് നോക്കാം. 8 of Cups, 6 of Wands, Empress ആണ്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജോലിക്കോ അങ്ങനത്തെ കാര്യത്തിനോ എന്തെങ്കിലും വേണ്ടി ചിലപ്പോൾ യാത്രയായിരിക്കാം, എന്തെങ്കിലും ജോലി വിട്ട് മാറുന്ന കാര്യമായിരിക്കാം, ഒരു ജോലി വിട്ട് വേറെ ജോലിക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. ഓക്കെ, എന്തോ പക്ഷെ ഇവിടെ ഒരു ഇമോഷണലി നമ്മൾ ചില കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. ഓക്കെ, അതായത് നമുക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിട്ട് പറയാം. ഓക്കെ, ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ചില കാര്യങ്ങളിൽ നിന്ന് ഐ തിങ്ക് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങളോട് ഇവിടെ എനിക്ക് അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ഗ്രോത്ത് വരണമെങ്കിൽ, ഇത് സക്സസ് ആണ്, ഇതൊരു ഗ്രോത്ത് ആണ്, അബൻഡൻസ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, നമ്മൾ വളരെയധികം സന്തോഷമായിട്ടും നിങ്ങൾക്ക് മണി ഗ്രോത്ത് ആയാലും ശരി, ഈവൻ മണി അബൻഡൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്കെല്ലാം ലൈക്ക് നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ ഹെൽത്ത്, എന്താ പറയുക, നിങ്ങൾക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, വീട് അല്ലെങ്കിൽ കാറ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നല്ല ഡ്രസ്സ്, നല്ല വീട്, അങ്ങനെ എന്ത് തന്നെ ആയാലും. ഓക്കെ, അങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് വരുന്ന ഒരു കാർഡാണിത്. ആൻഡ് ഇതും സക്സസ് ആണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, ബട്ട് അതിന് ഐ തിങ്ക് ഇതിങ്ങനെ വയ്ക്കാനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങൾ ഉപേക്ഷിച്ച് മാറണം. ഓക്കെ, ആ ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്ക് സക്സസ് എത്തുമെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേറെ വേറെ കാര്യങ്ങളായിരിക്കും. എന്താണ് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടത്? ചിലപ്പോൾ നിങ്ങളുടെ ശീലങ്ങളാണോ, നിങ്ങളുടെ ഹാബിറ്റ്സ് ആണോ, തിങ്കിങ് ആണോ, നിങ്ങളെ എന്തെങ്കിലും പിന്നോട്ട് നിങ്ങളെ വലിക്കുക, അതായത് നിങ്ങളുടെ ഗ്രോത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റു നല്ലൊരു ഹെൽത്തി റൂട്ടീൻ നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു യോഗ അല്ലെങ്കിൽ എക്സസൈസ് അങ്ങനെ വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് നിങ്ങൾക്ക് നല്ലതാണ് അല്ലേ? നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആയാലും നിങ്ങളുടെ ഇപ്പോൾ ഭംഗിക്ക് നിങ്ങൾക്കൊരു സ്ലിം ആവണം, എന്ത് തന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ശരി. ഓക്കെ, നല്ലൊരു ഹെൽത്ത്, ഓക്കെ ഹെൽത്ത് വേണം എന്നൊക്കെ ഉണ്ടെങ്കിലും എന്ത് തന്നെ ആയാലും അപ്പോൾ നിങ്ങൾക്ക് അതിനെന്താണ്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം ഉപേക്ഷിക്കേണ്ടി വരും. ഓക്കെ, സോ എന്തോ നിങ്ങളിവിടെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരാനുണ്ട്, എന്തിൽ നിന്നോ നിങ്ങളൊന്ന് മാറാനുണ്ട്. ഓക്കെ, ചിലതിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. സോ അതിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. മടിയായിരിക്കാം. ഞാൻ ജസ്റ്റ് പലതരത്തിൽ പറയാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾ പിന്നിൽ എന്തോ പിന്നിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ്സിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇതിവിടെ ആക്ച്വലി ഈ കപ്സ് ഇവിടെ പിന്നിലുണ്ട്, പക്ഷെ ഇവിടെ മുന്നോട്ട് പോകുന്നത് ആക്ച്വലി ഇവിടെ മേലേക്ക് കയറി പോവുകയാണ്. ആക്ച്വലി സക്സസ്സിലേക്കാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ അത് ഇമോഷണൽ ഉണ്ട്, അതായത് നമ്മുടെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ചില കാര്യങ്ങളെയാണ് നമ്മൾ വിട്ട് കളയുന്നത്. ഓക്കെ, നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, നമുക്കത് പെട്ടെന്ന് അത്ര എളുപ്പത്തിൽ വിട്ട് കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്നാലും അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സക്സസ് തീർച്ചയായിട്ടും കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സക്സസ്, റെസ്പെക്ട് എന്ത് തന്നെയായാലും. ഓക്കെ, ലക്ഷറി, നിങ്ങൾക്ക് കാറ്, വീട്, സാധനം, ജോലിയിൽ ഗ്രോത്ത് എന്ത് തന്നെയായാലും. ഒരു കാർഡ് കൂടി എടുത്തേക്കാം. നിങ്ങൾക്ക് ഗൈഡൻസ്, നിങ്ങൾക്ക് ആഗ്രഹിച്ച് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾ ഈ സ്റ്റക്ക് സിറ്റുവേഷൻ നിന്ന് പുറത്ത് വരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിങ്ങളെ പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പുറത്ത് വരാൻ സാധിക്കും. ഓക്കെ, അതിന് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചില കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം നിങ്ങളത് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും നല്ലത് കിട്ടും. ഓക്കെ, നിങ്ങളിത് ഓൾറെഡി ഈ ഒരു സ്റ്റെപ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത്. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നീട് ഉപേക്ഷയേക്കാൾ നല്ലതിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കരിയറിൻ്റെ കാര്യം കൂടി ഒന്ന് എടുത്തേക്കാം സെപ്പറേറ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പ് എടുക്കാം. കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ആഴ്ച
ജോലി കരിയർ പഠിപ്പ് രണ്ടും വരാം. ജോലിക്ക് ശ്രമിക്കുന്നവരായാലും ശരി, ഓൾറെഡി ജോലി ചെയ്യുന്നവരായാലും ശരി, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഈ ആഴ്ച നോക്കാം. ഓക്കെ, ഇത് നേരത്തെ. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ്, ജഡ്ജ്മെന്റ്, ഫോർ ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ഹെയറോഫന്റ്. ഓക്കെ, ഗുഡ്. ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്കും ആക്ച്വലി മറ്റേ ജനറൽ പറഞ്ഞ ഒരുവിധം സെയിം തന്നെയാണ് ഇവിടെയും. ഇതൊരു കരിയർ ഗ്രോത്ത് ആണ്. ഓക്കെ, കരിയറിൽ നിങ്ങൾക്ക് ലൈക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നതായിട്ടാണ്. നിങ്ങളുടെ ജോലി ഈ ആഴ്ച നല്ല രീതിയിൽ പോകുന്നു കണക്കാക്കിക്കോളൂ. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈക്ക് പണം കിട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ അത് കിട്ടും. ഇപ്പോൾ ലൈക്ക് സാലറിയോ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇനഫ് കിട്ടും. ഓക്കെ, ഇനഫ് ഉണ്ടാവും ഈ ആഴ്ച. ജഡ്ജ്മെന്റ് കാണുന്നുണ്ട്, 4 ഓഫ് പെന്റിക്കിൾസ് കാണുന്നുണ്ട്. ഓക്കെ, വിത്ത് ബ്ലെസ്സിങ് ആക്ച്വലി. ഓക്കെ, മേ ബി ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനുണ്ടാവും എന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും ഗുരു പോലെയുള്ള ഒരാൾ, ഗൈഡായിട്ടുള്ള ഒരാൾ, ഒരു വ്യക്തി. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി തന്നെ ആരെങ്കിലും മെമ്പേഴ്സ്, അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഈവൻ നിങ്ങളുടെ സീനിയേഴ്സ് ആരെങ്കിലും ഓക്കെ എന്തെങ്കിലും അപ്രൂവൽ തരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രൂവൽ കിട്ടുന്നു എന്ന് പറയാം. ഐ തിങ്ക് നിങ്ങൾ ചെയ്ത വർക്കിന് ഇവിടെ ഒരു നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് വരികയാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത വർക്കിനുള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരുന്നു, മനസ്സിലായിക്കോളൂ. ഇതുവരെ മേ ബി നിങ്ങൾക്ക് തോന്നിക്കാണാം ദറ്റ് എനിക്ക് അർഹിക്കുന്നത് കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഓക്കെ ഇവിടെ എനിക്ക് ഇതും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ മേ ബി നിങ്ങൾ ഫുള്ളി പുറത്തെടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, ബട്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും നിങ്ങൾ ന്യായമായ എഫേർട്ട് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീർച്ചയായിട്ടും റിസൾട്ട് കാണുമെന്നാണ്. ആൻഡ് ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ന്യായമായൊരു ദൈവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യത്തിന് തീർച്ചയായിട്ടും ഓക്കെ ഒരു ന്യായം ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ദൈവത്തിൻ്റെ മാത്രമല്ല, ഐ തിങ്ക് ആരുടെയെങ്കിലും ഒരു അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മേ ബി മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങളെ മാനിക്കപ്പെടുന്നു പറയാം, റെസ്പെക്ട് ചെയ്യപ്പെടുന്നു പറയാം. കാരണം ഇതൊരു റെസ്പെക്റ്റിൻ്റെ ഒരു കാർഡാണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഫാമിലിയെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു പ്രൊവൈഡർ ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, മേ ബി നിങ്ങളൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ വീട്ടിൽ ലൈക്ക് ഏർണിംഗ് മെമ്പർ നിങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നതായിരിക്കാം. ജോലിയിൽ ആക്ച്വലി ഒരു അപ്രീസിയേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൂടുതലും. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കേണ്ടി വരും. ഓക്കെ, കരിയറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ലാക്കായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് അഡ്വൈസ് എടുക്കേണ്ടി വരും. ഓക്കെ, മേ ബി പ്രാർത്ഥിക്കലായിരിക്കാം, ചിലപ്പോൾ അതും പറയാം. ഓക്കെ, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, അങ്ങനെയും പറയാം. ഓക്കെ, ഇതെനിക്കിവിടെ ഓക്കെ മേ ബി നല്ലൊരു ജോലിയിലേക്ക് വേറെ കിട്ടുന്നതായിരിക്കാം. ഇപ്പോൾ കിട്ടുന്ന ജോലി ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് നല്ല സാലറി അല്ല, നല്ലൊരു ഇൻക്രിമെൻറ്റ് നല്ലൊരു ഇതില്ല, നിങ്ങൾക്ക് ഫാമിലി ടേക്ക് കെയർ ചെയ്യാനുള്ള അത്ര ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലവിനൊന്നും അത്രയ്ക്ക് നിങ്ങൾക്ക് ഒരു നല്ല ശമ്പളം അല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്കൊരു ഇത് കിട്ടുമെന്ന് പറയാം. പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ നല്ല ജോലി കിട്ടുന്നതായിരിക്കാം. യെസ്, എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഒരു പുതിയ കാര്യം തുടങ്ങുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മേ ബി ഒരു പുതിയ ഓഫർ വരും നിങ്ങൾക്ക്. ഓക്കെ, ഒരു പുതിയ ജോലിയുടെ ഓഫർ വരുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ യാത്രയോ പോകാനോ വേറെ എവിടേക്കെങ്കിലും ട്രാവലൊക്കെ ആഗ്രഹിക്കുന്നതിന് വിസ കാര്യങ്ങൾ അപ്രൂവൽ വരുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ ഐ തിങ്ക് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ദാറ്റ് നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് ന്യായം ചെയ്തിട്ടില്ല എന്ന്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് യൂണിവേഴ്സ് നിങ്ങളോട് ന്യായം, കാരണം ഇത് രണ്ടും നമുക്കൊരു തരത്തിൽ സ്പിരിച്വൽ കാർഡ്സും പറയാം. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. സോ നിങ്ങൾക്ക് എവിടെയോ എപ്പോഴും തോന്നിയിട്ടുണ്ട് ദാറ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങൾ അർഹിക്കുന്നത് എന്ന്. ബട്ട് ഐ തിങ്ക് ഇനി അത് തരാൻ തുടങ്ങും. ഓക്കെ, ബട്ട് നിങ്ങളും നിങ്ങളുടെ എഫേർട്ട് ഇടണം, അത് മറക്കരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് യൂസ് ചെയ്യുക. നിങ്ങൾ ശ്രമിക്കാൻ വിടരുത്, നിങ്ങളെ ശ്രമം നിർത്തരുത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ ചെയ്യാൻ ഐ തിങ്ക് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒന്ന് ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ പറയാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബോസിൻ്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ബ്ലെസ്സിങ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് വരും എന്നും പറയാം. ഓക്കെ, റിലേഷൻഷിപ്പ് റീഡിങ്ങിന് വേറെ ഡിഫ്യൂസ് ചെയ്തേക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഈ വീക്ക് എന്തായിരിക്കും നോക്കാം. ഈ വീക്കിൽ ഇത് ഫെബ്രുവരിയുടെ ലാസ്റ്റ് വീക്ക് ആയില്ലേ? ഇത് ഫെബ്രുവരി ലാസ്റ്റ് ആയില്ലേ? യെസ്. ഓക്കെ, ഈ ലാസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താ നടക്കുന്നത് നോക്കാം നമുക്ക്. സോറി, അങ്ങനെ ഒരു നല്ല ഇതില്ല, ഒരു തലവേദന, ഒരു എനിവേ ഹെവി എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല. എനിവേ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഈ വീക്ക് റിലേഷൻഷിപ്പ് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താ നടക്കുന്നത് നോക്കാം. എന്താ സാധ്യത? ഓക്കെ, 10 ഓഫ് സോഡ്സ് ആണ് ഇവിടെ, Ace of Swords, Magician, 3 of Pentacles ഉണ്ട് ഇവിടെ. ഓക്കെ,
കുറച്ച് കാർഡ്സ് കൂടെ എടുത്തേക്കാം, ഇത് പോരാ. ഓക്കെ, റിലേഷൻഷിപ്പ് കാര്യത്തിൽ നമുക്കിവിടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഫീലിങ്സ് എന്താണ് നോക്കട്ടെ. ഹാർട്ട് ബ്രേക്കിലാണ്, മൂണുണ്ട്, ഇമോഷണൽ. ഓക്കെ, 9 of Pentacles, സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഓക്കെ യെസ് ഞാൻ വിചാരിച്ചാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ആരോടെങ്കിലും കട്ട് ഓഫ് ആയി കാണാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി കാണാം, അല്ലെങ്കിൽ സെപ്പറേഷൻ ആയിരിക്കും. നിങ്ങൾ തമ്മിൽ മാറി നിൽക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്, ഒരുപാട് വേദന. ആക്ച്വലി 10 of Swords ഉണ്ട്, 3 of Swords ഉണ്ട്. സോ പാസ്റ്റിലെ ചില വേദനകൾ നിങ്ങൾ രണ്ടുപേരുടെയും മൈൻഡിലുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആയാലും നിങ്ങളുടെ പേഴ്സണൽ ആയാലും. റിലേഷൻഷിപ്പ് എങ്ങനത്തെയാണെന്ന് ഞാൻ നോക്കുന്നില്ല, നിങ്ങളൊരു വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതിപ്പോൾ ആരായാലും ശരി, ഹസ്ബൻഡ് ആയാലും ശരി, വൈഫ് ആയാലും ശരി, നിങ്ങളുടെ സിംഗിൾസ് ആരെങ്കിലും കുറിച്ച് ചിന്തിക്കുന്നതായാലും ശരി, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയാലും എന്ത് തന്നെ ആയാലും. ഓക്കെ, എനിവേർ ആരോ ആയിക്കോട്ടെ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും. ഓക്കെ, നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു പാസ്റ്റ് ഹേർട്ടിലാണ് ഇരിക്കുന്നത്. രണ്ടുപേർക്കും ആ പാസ്റ്റിലെ ചില വേദനകൾ ഓക്കെ നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചില ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് വന്നായിരിക്കാം, നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം. ബട്ട് ഐ തിങ്ക് മോസ്റ്റ്ലി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണ്. പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് നിങ്ങളെ ചതിച്ച രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം. എനിക്ക് അവർക്കും പക്ഷേ അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട്. അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, ഒരിക്കലും അത് നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട. മൂൺ കാർഡ് ഉണ്ട് ഇവിടെ. ചില കാര്യങ്ങൾ മേ ബി ഹിഡൺ ആയിരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അറിയാതിരുന്നുണ്ടാവും ചില കാര്യങ്ങൾ. പക്ഷേ ഐ തിങ്ക് അത് മനസ്സിലാക്കി കാണും. കാരണം Ace of Swordsന്റെ ക്ലാരിറ്റിയുടെ കാർഡാണ് ഇവിടെ. എനിക്ക് ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി എന്ന് പറയാം. എനിക്ക് എവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഐ മീൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ തിങ്ക് ഈ സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ സിറ്റുവേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കാണും. ഇവിടെ മജീഷ്യൻ ആൻഡ് 9 of Pentacles ഉണ്ട്. സോ ഇതിന് പക്ഷേ സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ എടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്ന സ്റ്റേജ് ഓക്കെ ഇവിടെ ഇമോഷണൽ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളായാലും ശരി, ഐ തിങ്ക് പേഴ്സൺ ആയാലും ശരി, വളരെയധികം ഇമോഷണൽ ആയിട്ട് കാണുന്നുണ്ട്. എനിക്ക് ഈ ഒരു വേദന ഓക്കെ ഈ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്ന. മജീഷ്യൻ ആൻഡ് 9 of Pentacles ആണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനോ കാണാനോ സംസാരിക്കാനോ ഒക്കെ ഉള്ള സാധ്യതയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രെങ്ത് വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഇപ്പം അവർ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നുണ്ട്. കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളാണോ വിട്ടുപോയത്, അവരാണോ വിട്ടുപോയത്, എന്ത് തന്നെയായിട്ടും ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കുറച്ച് സംസാരിക്കാതെ മാറി നിൽക്കുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും ഓക്കെ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓക്കെ എൻഡ് ആയിട്ടില്ല, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എൻഡ് ആയിട്ടില്ല. ചില കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആവാൻ ഒന്നുമില്ലെങ്കിൽ ക്ലിയർ ആവാൻ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നും കൂടി ഈ സൈക്കിൾസ് നമ്മൾ പറയില്ലേ ഒന്ന് എന്താ പറയുക, ഇപ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ ഫിനിഷ് ആയിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ അപ്പോൾ അവർ തിരിച്ചു വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വരും. പേജ് ഓഫ് കപ്സ് ആണ്. സോ അവർ ഫീലിങ്സ് പറഞ്ഞ് അവർ വീണ്ടും തിരിച്ചു വരും. നിങ്ങളുടെ അടുത്തേക്ക് നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഒരു ചെറിയ ലെവൽ ഓഫ് ഹൈ ഹലോ ഒക്കെ ആണെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് കാരണം അവരുടെ ഉള്ളിൽ ഫീലിങ്സ് ഇങ്ങനെയാണ്. അവരുടെ ഉള്ളിൽ ശരിക്കും ജെനുവൻ ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, ബട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്സ് വന്നുകൊണ്ടായിരിക്കാം അവർക്കിപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു പ്രശ്നം മടി തോന്നുന്നുണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങൾ ചില സത്യങ്ങൾ അറിഞ്ഞു കാണാം. അവർ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണാം, അങ്ങനെയായിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഡെവലപ്പായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സ്ട്രോങ്ങർ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കുറച്ചുകൂടി അടുപ്പം നിങ്ങൾ തമ്മിൽ ഇനി അടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിട്ട് മാറുമെന്ന് പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ലാസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 6 of Cups, Ace of Cups, okay, one more, 7 of Wands. Okay, Death and Rebirth. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും റിന്യൂവൽ ഉണ്ടാവും. ഓക്കെ, പേഴ്സൺ തിരിച്ചു വരും. നിങ്ങൾ തമ്മിൽ റീയൂണിയൻ പോസിബിൾ ആണ്. 6 of Cups നിങ്ങൾ മിസ്സിംഗ് എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോസ്റ്റാൾജിയിൽ ഇരിക്കുന്നുണ്ട്. ഒരു പേഴ്സണിന് പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള നല്ല സമയങ്ങൾ ഓർക്കുന്നുണ്ട്. ഓക്കെ, അവർ തമ്മിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ അത്രയും നല്ല ക്ലോസ് ആയിരുന്നു.
ഓക്കെ, അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ വന്നു സംഭവിച്ചു. ഓക്കെ, ബട്ട് ഇവിടെ ഏസ് ഓഫ് കപ്സും ഉണ്ട്. വളരെയധികം അവർക്ക് ഫീലിങ്സ് നിങ്ങളോട് ഉണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, ഏസ് ഓഫ് കപ്സ് ഉണ്ട്, സിക്സ് ഓഫ് കപ്സ് ഉണ്ട്. എല്ലാം കപ്സ് എന്താ പറയുന്നത്? കപ്സ് പറയുമ്പോൾ ഇമോഷൻസ് ആണ് അല്ലേ, ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന രീതിക്കാണ്. സോ നിങ്ങളോട് അത്രയും അവർക്ക് സ്ട്രോങ് ഫീലിങ്സ് ആണ്. അവർ ആക്ച്വലി ഹാർട്ട് ഓപ്പൺ ആവുന്ന പോലെയാണ്. അവർക്ക് മനസ്സിലാവുന്നിട്ട് നിങ്ങളോടുള്ള ശരിക്കും മേ ബി നിങ്ങളായിരിക്കാം മാറി നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്നും മിണ്ടാതിരിക്കും, മാറി നിൽക്കൂ. ഓക്കെ ഓക്കെ, ആൻഡ് ഇവിടെ 7 വൺസ് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് അവർ, അതായത് നിങ്ങളോട് ഒന്ന് സംസാരിക്കാൻ ഒരു ധൈര്യം വെച്ച് അവർ മുന്നോട്ട് വരും എന്ന് പറയാം. നിങ്ങൾ തമ്മിൽ ഒരു റീബർത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, സോ ടെൻഷൻ വേണ്ട. ഈ ഒരു വീക്ക് ഐ തിങ്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമായിരിക്കും. കാരണം ഈ ഫുൾ മൂൺ വരാം. ഐ തിങ്ക് ഫുൾ മൂൺ ആണോ ന്യൂ മൂൺ ആണോ? ഐ തിങ്ക് ന്യൂ മൂൺ ആണ് തോന്നുന്നു. അത് വരുന്നുണ്ട്. പിന്നെ ശിവരാത്രി വരുന്നുണ്ട്. ശിവരാത്രിയൊക്കെ വളരെയധികം സ്ട്രോങ് യൂണിയൻ്റെ അല്ലേ. നമ്മളിപ്പോൾ 222 പോർട്ടൽ പോയി, അതും യൂണിയൻ്റെ പോർട്ടലായിരുന്നു. സോ ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് വീണ്ടും തീർച്ചയായിട്ടും ആ ഒരു യൂണിയൻ എനർജിയിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, ഓവറോൾ അഡ്വൈസാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും കൂടി ഓവറോളായിട്ട് പറയാം. acceptance, belonging, concentration, wholeness, be candid, decision. നിങ്ങളെ പേഴ്സൺ, ഇതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഡിസിഷൻ എടുത്തൊരു പേഴ്സൺ മുന്നോട്ട് വരും. നിങ്ങൾ തമ്മിൽ ഹാർമണി ഉണ്ടാവും എന്ന് പറയാം. ഹാർമണി എന്ന് പറഞ്ഞാൽ ഒരു സമാധാനപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ക്ലിയർ യുവർ എനർജി എന്നാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ആവും. ഓക്കെ, ജനറലായിട്ട് പറയുമ്പോഴും എനിക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം കാണുന്നുണ്ട്. ഐ തിങ്ക് ഇപ്പോൾ നമ്മൾ ജനറൽ റീഡിങ്ങിൽ പറഞ്ഞത് വെച്ചിട്ടായ ചിലത് പിന്നിൽ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ. ഓക്കെ, ചില മാറ്റങ്ങൾ വരുത്താൻ സമയമായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അതിന് ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണമായിരിക്കും. കരിയറിനായാലും ശരി, ഐ തിങ്ക് ചില ചോയ്സസ് നിങ്ങൾ എടുക്കാനുണ്ട്, തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാനുണ്ട് എന്ന് പറയാം. എനിക്ക് ഇവിടെ ആക്സെപ്റ്റൻസ് കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് എന്ത് കാര്യം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴും ഓക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, നിങ്ങൾ ടെൻഷനായിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇനിയിപ്പോൾ അയ്യോ എന്ത് പറ്റും, ഇനി എന്താവും, അങ്ങനെ കൂടുതൽ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. ഇപ്പം എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ വറി ചെയ്യേണ്ട. എന്നുവെച്ചാൽ വറി ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലി വിട്ട് കളയാൻ പറ്റില്ല, ആർക്കും പറ്റില്ല അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ഓക്കെ ഒരു കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും, 6 മാസം കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും പോകണ്ട. ഈ ഒരാഴ്ച 2 ദിവസം, ഒരാഴ്ച 10 ദിവസം, അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കും അത്രമാത്രം ചിന്തിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അങ്ങനെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, ബാക്കി നമുക്ക് അവിടെ എത്തുമ്പോൾ ആലോചിക്കാമെന്ന് വെച്ചാൽ മതി. ആക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, അത് മാത്രമല്ല മേ ബി നിങ്ങൾ എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യമായിരിക്കും. ഞാൻ നേരത്തെ അധികം കരിയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങളെ എന്തെങ്കിലും അപ്രൂവൽ കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുക, മേ ബി എന്തെങ്കിലും കോഴ്സിന് ആക്സെപ്റ്റ് ചെയ്യുക, കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ജോലിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ബിലോങ്ങിങ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ നിങ്ങൾ എത്തും. ഓക്കെ, ഒരു പേടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ അവിടെ തന്നെ എത്തിക്കുള്ളൂ എന്തായാലും. ആൻഡ് കോൺസെൻട്രേഷൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് തൽക്കാലം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പഠിക്കുക, ചെയ്യാനുള്ളത് ചെയ്യുക, അതിലൊക്കെ ശ്രദ്ധ വെച്ച് ചെയ്യുക. ഓരോ കാര്യത്തിനെയും നല്ലോണം ആക്ച്വലി ജോലിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഐ തിങ്ക് ഇത് കരിയർകാർക്ക് ഐ തിങ്ക് കുറച്ചുണ്ട്. കരിയർകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പഠിക്കാനുണ്ടാവാം, അത് നോക്കുക, എന്താ വേണ്ടത് നോക്കുക. കാരണം നിങ്ങളുടെ കരിയർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടാവാം. കോൺസെൻട്രേഷൻ വെച്ചിട്ട് നിങ്ങൾ ജോലിയിലും നല്ലോണം കോൺസെൻട്രേഷൻ വെക്കുക, ശ്രദ്ധ വെക്കുക. ഓക്കെ, നിങ്ങളുടെ കഴിവ് ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ യൂസ് ചെയ്താലേ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ ആദ്യം മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുന്നുണ്ടോ അത് നോക്കണം നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധയൊക്കെ ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ടാവാം. ഓക്കെ, സോ അതിനായിരിക്കും പറയുന്നത്. ഹോൾനെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഐ തിങ്ക് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുക. ആദ്യത്തെ കാര്യം ഓക്കെ, അവനവനിൽ തന്നെ നിങ്ങളൊരു ഹോളായിട്ട് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ ഒരു ശാന്തത എന്ന് തന്നെ എനിക്ക് വാക്ക് പറയാനുള്ളൂ. ഓക്കെ, അങ്ങനെ ഒന്ന് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുക. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാൻ സാധിക്കും. ബി കാൻഡിഡും ഐ തിങ്ക് അതേ തന്നെയാണ്. എന്തെങ്കിലും പറയുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതൊരു ത്രോട്ടിൻ്റെ ആണ്. എനിക്ക് ഇത് ഇവിടെ സിമ്പിൾ സംസാരത്തിൻ്റെയാണ്. എനിക്ക് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പറയാം. വേറൊരാളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരം വന്നു പോകരുത്. ഐ തിങ്ക് ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ. ഓക്കെ, എന്തുകൊണ്ടോ അതൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, സോ ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീക്കിലേക്കുള്ള അഡ്വൈസ്. ഓക്കെ, ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. ഓക്കെ, മനസ്സിലാക്കുക. ഓക്കെ, ഒരുപാട് പേര് കാണുന്നതാണ്, എല്ലാവർക്കും എല്ലാം റെസിനേറ്റ് ആവില്ല. കുറച്ച് പേർക്ക് ആവും, ചിലതാവും, കുറച്ച് പേർക്ക് ചിലതാവില്ല. സോ ഒരു ഇതായിട്ട് എടുക്കുക. ഓക്കെ, ലൈറ്റായിട്ട് എടുക്കൂ. ഓക്കെ, ആൻഡ് ബി ഹാപ്പി, ടേക്ക് കെയർ, എൻജോയ്, ആൻഡ് നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.